Good morning. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഉണ്ട് സാർ. ഓക്കെ കേൾക്കാം സാർ. ഓക്കെ അപ്പോൾ today we will solve a few numerical problems on moving jet impact on moving curved vanes. നമ്മൾ കഴിഞ്ഞ വീക്കില് 2 ട്യൂട്ടോറിയൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടിലും ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് ചെയ്തിട്ടുണ്ട്. കർവ്ഡിന്റെ ലാസ്റ്റ് കേസ് പറഞ്ഞത്, അതായത് when the impact is on the or at the end of the or tip of the vane. അങ്ങനെയുള്ള 2 പ്രോബ്ലംസ് ഇന്ന് സോൾവ് ചെയ്യാം. So the first problem I have shared the file. വന്നോ? sir. Okay, you copy that question. The figure അതിന്റെ കൂടെയുള്ള figure actually I have taken from the text itself. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് വരുമ്പോൾ ഡയഗ്രാമിന്റെ കൂടെ കാണണമെന്ന് നിർബന്ധമില്ല. So you should be able to identify the data, given data from the text part of the question. ഫിഗർ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ നൊട്ടേഷൻസ്, അങ്ങനെയുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. So you copy the first question. A jet of water having velocity 20 meter per second strikes a curved vane which is moving with a velocity of 10 meter per second. The jet makes an angle of 20 degree with the direction of motion of vane at inlet and leaves at an angle of 130 degree to the direction of motion of the vane at outlet. Calculate vane angles so that the water enters and leaves the vane without shock. Second, the work done for a unit weight of water striking the vane per second. ക്വസ്റ്റ്യൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർ ആ താഴെയുള്ള ഡയഗ്രാം കൂടി കോപ്പി ചെയ്യണേ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് വരച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഡയഗ്രാം എന്താണ് എന്നുള്ളത് once you complete copying the question and the diagram, you type the message okay so that I can start explaining how to solve it.
ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്തോ? ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തോ? ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കൻ സി jet of what jet velocity തന്നിട്ടുണ്ട്. So the given that first will identify the data given. So a jet of water having a velocity 20 meter per second. ആ 20 meter per second എന്ന് പറയുന്നത് ജെറ്റ് നോസിലിൽ നിന്ന് വരുന്ന ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിന് വെലോസിറ്റി. സോ v1 we have given v1 equal to എത്രയാണ്? 20 meter per second, which is moving with a velocity of 10 meter per second. 10 meter per second പറഞ്ഞിരിക്കുന്നത് വെയിന്റെ വെലോസിറ്റി. വെയിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u. ഇവിടെ നമ്മൾ വെയിൻ വെലോസിറ്റി നമ്മൾ രണ്ട് പോയിന്റിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഒന്ന് u1 u2. u1 u2 എന്ന് പറയുന്നത് അതിന്റെ ഇൻലെറ്റിലെയും എക്സിറ്റിലെയും. ഇൻലെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്ത ബിയും എക്സിറ്റ് പോയിന്റ് ഈ രണ്ട് ടിപ്പിലെ അല്ലെങ്കിൽ എൻഡ്സിലെ വെലോസിറ്റി u1 u2. അതാണ് 10 meter per second. അപ്പൊ ഡിഫറെന്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, റേഡിയൽ വെയിൻസ് എന്ന് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് u1 u2 equal so so the given plane jet vein velocity u1, which will be say u2 same as 10 meter per second. Then next sentence, let jet makes an angle of 20 degree with the direction of the motion of the vein at inlet. Inlet let jet in the direction പറഞ്ഞിട്ടുണ്ട്. jet in the absolute velocity എന്ന് പറയുന്നത് v1 ആണ്. So that v1 is making an angle of 20 degree with the direction of motion of the vein. വെയിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ മൂവ് ചെയ്യുന്നത്? u1 u2 ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആണ്. അതായത് ജെറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഇങ്ങനെ, ഇതാണ് ജെറ്റിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇപ്പൊ ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ so this is the direction in which this will be u horizontally. അപ്പൊ u1 u2 ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. fx നമ്മൾ എക്സിന്റെ x ഡയറക്ഷൻ എന്നാണ് പറയാം. x direction, positive x directionലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫ, that means the given angle 20 degree എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ആണ്. So we are given the another angle, another data alpha as alpha equal to 20 degree. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? with the direction of motion of the vein at inlet and leaves at an angle of 130 degree with the direction to the motion at ഔട്ട്ലെറ്റ്. എക്സിറ്റിലെ ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളാണ് പറഞ്ഞിട്ടുണ്ട് 130 ഡിഗ്രി. അതായത് എക്സിറ്റിലെ 130 ഡിഗ്രി ദ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദി മോഷൻ ഓഫ് ദി വെയിൻ അറ്റ് ദി ഔട്ട്ലെറ്റ്. അതായത് ഔട്ട്ലെറ്റിലെ വെലോസിറ്റി u2ന് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 130 ഡിഗ്രി. അപ്പൊ ഡയഗ്രത്തിൽ നോക്കി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ വെയിൻ ഈസ് മൂവിങ്. ഇതാണ് ഈ ഡയറക്ഷൻ. ഇവിടുത്തെ ഇതാണെങ്കിൽ ഇതാണ് ടിപ്പ്, എക്സിറ്റിലെ ടിപ്പ്. എക്സിറ്റിലെ മൂവ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഈ ഡയറക്ഷനില്ല. ഇതാണ് u1 u2 ആയിരിക്കും. ഈ u2 വെക്ടറുമായിട്ട് 130 ഡിഗ്രിയിലാണ് ഏത് v2. അതാണ് ഈ 130 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 130 എന്ന് പറഞ്ഞിരിക്കുന്നത് ദിസ് ആംഗിൾ, ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് ദിസ് ഡയറക്ഷൻ. ഇവിടുത്തെ u1 ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഡയറക്ഷനാണ് u1 എന്ന് പറയുന്നത്. ആ പറയുന്ന പോലെ എക്സിറ്റിലെ ടിപ്പ് ഈ ആണെങ്കിൽ ഈ എൻഡിലെ വെയിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u2 വെക്ടർ ഇതാണ്. സോ വിത്ത് ദിസ് ഡയറക്ഷൻ ഇറ്റ് ഈസ് മേക്കിംഗ് ആംഗിൾ ഓഫ് 130 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 130. ആ 130 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് 130 ആണെങ്കിൽ how will you find out beta? 180 minus 130. Whether you can find out that beta. Sir, 180 minus 130 അല്ലേ? 180 minus 130 50 അല്ലേ? 180 minus 50. അതായത് ഈ ഇവിടെ ഇപ്പൊ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ആംഗിൾ എടുക്കുവാണെങ്കിൽ അതെ 180 minus 50 തന്നെ, 180 minus 130 തന്നെ.
അതായത് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചു കഴിഞ്ഞാൽ ഇഫ് യു ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ് ഹിയർ, ഈ ആംഗിൾ തന്നെ ഇവിടെ എത്രയാണോ ഈ വെക്ടർ ഈ ആംഗിൾ വരുന്നത് ഇത് തന്നെയായിരിക്കും ഈ ആംഗിൾ അല്ലേ, കറസ്പോണ്ടൻസ് ആംഗിൾ നമ്മൾ എന്തോ പറയില്ലേ. So beta you can calculate. Beta will be from that diagram. Beta is 180 minus 150. This 180 minus 130, which is 50. Beta കിട്ടി. ഇത്രയും ഡാറ്റയാണ് മോസ്റ്റ്ലി തന്നേക്കുന്നത്. വേറെ ഏതെങ്കിലും ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെൻസിറ്റി ആണ്, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം. വാട്ടറിന്റെ കേസ് ആണെങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 1000 kg/m3. So now you are asked to find out, calculate ചെയ്യാൻ പറഞ്ഞ വെയിൻ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. വെയിൻ ആംഗിൾസ് ഉദ്ദേശിക്കുന്ന ഇവിടെ ബ്ലേഡ് ആംഗിൾ. ഈ തീറ്റയും ഫൈയും നമുക്കറിയില്ല. ആൽഫ ആൻഡ് ബീറ്റ നോൺ V1 ആൻഡ് U1 U2 ഇത്രയും ഡാറ്റ നമുക്കറിയാവുന്ന. മറ്റുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. വെയിൻ ആംഗിൾസ് എക്സിറ്റിലെയും ഇൻലെറ്റിലെയും, അതായത് തീറ്റയും ഫൈയും നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്. വർക്ക് ഡൺ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. So from that we can calculate work done per second per unit weight. That also you can calculate. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ, ലീവ്സ് ദി വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ വെയിൻ വിത്തൗട്ട് ഷോക്ക്. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് വിത്തൗട്ട് ദ ഷോക്ക് എന്ന് പറഞ്ഞാൽ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ആർ സ്മൂത്ത്. ഫ്രിക്ഷന്റെ കേസ് ഒന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ടേക്ക് VR1 ആൻഡ് VR2. ഇവിടെ രണ്ട് റിലേറ്റീവ് വെലോസിറ്റീസ് നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് V1 ആണ്. ഇപ്പൊ സ്റ്റേഷനറിയുടെ കേസിൽ ഒരു സ്റ്റേഷനറി വെയിൻ എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി V1 ആണെങ്കിൽ വിത്ത് ദ സെയിം വെലോസിറ്റി ഇറ്റ് വിൽ ബി ലീവിങ് V2. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞത് നമ്മൾ assume that the surface is very smooth so that there is no friction. Similar is the case when the plate is moving. അവിടെ നമ്മൾ അബ്സല്യൂട്ട്ലി വരെ റിലേറ്റീവ് എടുക്കും. റിലേറ്റീവ് വെലോസിറ്റി ഇൻലെറ്റിലെ VR1 ആണ്, ഇവിടെ എക്സിറ്റിലെ VR2 ആണ്. So if it is mentioned that the entry and exit of the jet is shockless means without shock, that means it is very smooth entry and smooth exit. That means you can take this VR1 as equal to VR2. That's the meaning. So that you can note down there. Since so you can take so you can say VR1 equal to VR2. ഇവിടെ എഴുതിക്കോളൂ നിങ്ങൾ. ഷോക്ക്ലെസ് entry and exit of the jet. ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ്. ഫ്രിക്ഷന്റെ പ്രസൻസ് അവിടെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ്. So we are not accounting the friction in the problem, so that we can take VR1 equal to VR2. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും, അല്ലെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യും എന്താണ് എക്സിറ്റ് ഇത്ര പെർസെന്റേജ് ലോസ് ഉണ്ടെന്ന് പറയും. ദാറ്റ് ആ ലോസിന്റെ പെർസെന്റേജ് അനുസരിച്ച് നമുക്ക് VR1ന്റെ VR2ന്റെ റിലേഷൻ എഴുതാൻ പറ്റും. ഈ ഒരു കേസിൽ ഷോക്ക്ലെസ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് യു ക്യാൻ അസ്യൂം VR1 ആൻഡ് VR2 ആർ ഈക്വൽ. അതെപ്പോഴും ഓർത്ത് വെക്കുക. നൗ തീറ്റ ഫൈ കണ്ടുപിടിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ എടുക്കുക. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ നിങ്ങൾക്ക് അറിയാവുന്ന ട്രിഗണോമെട്രി റിലേഷൻസ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ നമുക്ക് V1 അറിയാം, ആൽഫ അറിയാം. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് VW1. എങ്ങനെ VW1 കാണുന്നത്? VW1ഉം VF1ഉം എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്? എന്താണ് VF1ഉം VW1 എന്താണ്? How will you find out from V1? VW1 V1 cos alpha. അതായത് നമ്മുടെ അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് VW1, അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ നമ്മൾ ആ ട്രയാംഗിളില് if this is the absolute velocity V1, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ബോട്ടം ഇതും വെർട്ടിക്കൽ ഇത് VF1 ആണ്, ഇത് VW1 ആണ്. ഈ ആൽഫ അറിയാം. So you can now find out this VW1 and VF1. So VW1 എന്ന് പറയുന്നത് എന്താണ്? From this velocity triangle you can write V1 cos alpha. VF1 എന്ന് പറയുന്നത് എന്താണ്? V1 sin alpha. അത് കമ്പ്യൂട്ട് ചെയ്തേ. So V1 is 20 അല്ലേ?
velocity എത്രയായിരുന്നു 20 right. So 20 cos 20 cos 20 also 20 sin 20. So you compute the velocity VW1 and VF1 from that velocity triangle. Meter per second, 20. Okay, right. VW1 ന്റെ വാല്യൂ കിട്ടിയോ? 20 cos 20 എന്ത് വരും? 20 cos 20. 18.79. 18.79 meter per second. Okay. And VF1? 6.84. 6.84 meter per second. Okay. ഇനിയിപ്പോ തീറ്റ കണ്ടുപിടിക്കാമല്ലോ നിങ്ങൾക്ക്. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ആ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലെ ചെറിയ ട്രയാങ്കിൾ എടുത്ത്, അതായത് ബി സി ഡി എടുത്തിട്ട് ടാൻ തീറ്റ വെച്ചാൽ കിട്ടത്തില്ലയോ? ഫ്രം ട്രയാങ്കിൾ ബി സി ഡി ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രം ട്രയാങ്കിൾ ബി സി ഡി ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ പറഞ്ഞ VF1 by VW1 minus U1. VW1 minus U1. അവിടെ തീറ്റ മാത്രമുള്ള അൺനോൺ ആയിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു tan theta equal to 6.84 by 18 point എത്രയായിരുന്നു? 18 point VW1 എത്രയായിരുന്നു? 18.7 minus 10. That give you inlet vein angle theta vein angle at inlet theta equal to angle 38. 38.17. Okay, 38.2. Okay. So tan theta കിട്ടിയ നിങ്ങൾക്ക്. അപ്പൊ ഇനി അവിടെ അറിയാനുള്ളത് VR1 നമുക്ക്, കാരണം നമുക്ക് എക്സിറ്റില് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? VR1 ഉം VR2 ഈക്വൽ ആണ്. അപ്പൊ VR2 എന്നുള്ള വെക്ടറിന്റെ ആണെങ്കിൽ VR1 ഇൻലെറ്റ് ട്രയാങ്കിൾ കാണുക. അപ്പോൾ അവിടെ നമുക്ക് VR1 കിട്ടണമെങ്കിൽ സൈൻ ആൽഫ അല്ല സൈൻ തീറ്റ എടുത്താൽ മതിയായിരിക്കും അല്ലെ? അല്ല സൈൻ തീറ്റ കോസ് തീറ്റ ഇതെല്ലാം എടുക്കാം. So from the same triangle you write sin theta. So sin theta will be VF1 by VR1. Right? So that will give you VR1. So sin 38.2 will be VF1 is 6.84 6.84 by VR1. So we'll get to VR1 from there. This will give you
VR1 വാല്യൂ VR1 എത്ര കിട്ടുമെന്ന് പറഞ്ഞു. $11.11. 13, sir. Okay, 13 meter per second. The exit inlet velocity triangle ഇപ്പോൾ കംപ്ലീറ്റ് സോൾവ് ആയി. അതിൻ്റെ അകത്ത് ഇതെല്ലാം നോൺ ആണ്. ഇനി നമുക്ക് അത് വെച്ചിട്ട് എക്സിറ്റിലോട്ട് പോകാം. എക്സിറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നത് ഏതാണ്? ബീറ്റ അറിയാം, U2 അറിയാം, then VR2 അറിയാം. VR2, U2, ബീറ്റ. ഇത്രയും വെച്ചിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കുക. എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ VR2 അതായത് ഈ സൈഡ് അറിയാം, ഇതറിയില്ല, ഫൈ കണ്ടുപിടിക്കേണ്ടത്. ബീറ്റ അറിയാം. ബീറ്റ അറിയാന്നുണ്ടെങ്കിൽ 50 ആണ്. ഇത് ഈ ആംഗിൾ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് സൈൻ റൂൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ട്രയാങ്കിൾ എടുത്തിട്ട്, ഈ ചെറിയ ട്രയാങ്കിൾ എടുത്ത് സൈൻ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് നോക്കാം. സൈൻ റൂൾ എന്താണ്? What is sign rule? How will you write the sign rule എന്താണ്? ട്രയാങ്കിൾ സൈൻ റൂൾ അപ്ലൈ എന്ന് പറഞ്ഞതാണ്. ഹലോ, നിങ്ങൾ മെക്കാനിക്സിൽ അത് വേറെ ലാമിസ് തിയറം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ലാമിസ് എന്താണത്? ഫോഴ്സ് പോളിഗണൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഈസിയർ മെത്തേഡാണ്. അതായത് ഒരു സൈഡ് എടുക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ഇഫ് യു ടേക്ക് EFG, ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എനി സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ, ആ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ VR2 എടുക്കുകയാണെങ്കിൽ 3 സൈഡാണുള്ളത്. അവിടെ VR2 ഉണ്ട്, V2 ഉണ്ട്, U2 ഉണ്ട്. സോ VR2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ. U2 എടുക്കുമ്പോൾ ഈ ആംഗിൾ എടുക്കണം. And when you take V2, you take this angle. So see whether you can solve. So ഇവിടെ ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. So this angle is 5. So this small angle, ഇത് ബീറ്റ -5 ആയിരിക്കും ഈ ട്രയാങ്കിൾ. അതായത് നമ്മൾ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ exit velocity triangle, if you draw that exit velocity triangle, in that exit velocity triangle you have this VR2, this is VF2, this angle is, this is V2, this is 5 for a beta, and you have this U2, much is VW. ഈ ആംഗിളാണ് ഞാൻ പറഞ്ഞത്. ഈ ആംഗിൾ നിങ്ങൾ this will be beta -5. So you can
Now apply the sine rule. Sine rule എങ്ങനെയാണ് പറഞ്ഞത്? VR2 any vector divided by sine of the opposite angle. Sine of ഈ angle. ഇത് എത്ര വരും? ഇത് ബീറ്റ ആണെങ്കിൽ ഇത് എത്ര വരും? 130. 18 sine 130. This will be equal to U2 divided by അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാ. ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സൈൻ ഓഫ് ബീറ്റ മൈനസ് 5 will be equal to V2 by sin 5. So this you can use to solve the unknowns. അപ്പോൾ ഇതിൽ VR2 അറിയാം. VR2 എന്ന് പറയുന്നത് എത്ര 11 ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കുക. ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കുമ്പോൾ 11 by 11 11.13 അല്ലേ 11.13 by sin 130 will be equal to U2 എത്രയായിരുന്നു U10 അല്ലേ. So this is 10 by sin 50 minus 5. So you solve that 5 from there. Unknown 5 മാത്രമേ ഉള്ളൂ. കിട്ടും 5 11.13 by sin 130 equal to 10 by sin 50 minus 5. Sin 50 minus 5 ആണ്. ഇന്ന് 5 ആണ്. കിട്ടിയോ? Solve. Ready? Bye. Hello? എത്ര കിട്ടിയ വാല്യൂ? 7.16 degree. എത്ര? 11. 7.16. 7 point. Okay, 7 point. നമ്മൾ ചെക്ക് ചെയ്തോളൂ പിന്നെ 7.16 കിട്ടി. ഓക്കെ 5 കിട്ടി. If you want you can calculate V2. ഫസ്റ്റും തേർഡും എടുത്തു കഴിഞ്ഞാൽ V2 കാൽക്കുലേറ്റ് ചെയ്യാം. V2 ആവശ്യമുണ്ടല്ലോ നമുക്ക് എന്തായാലും.
same equation, write the first and the last. So 11.13 by sine 130 is also equal to V2 by sine 5, sine 7.16. So that gives you V2. V2 calculate ചെയ്ത് പറ. ഈ 5 കാൽക്കുലേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ വെയിൻ ആംഗിൾ അറ്റ് എക്സിറ്റിൽ. സോ ദിസ് ഈസ് ദി വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ഫോർ എക്സിറ്റ്. So what is V2? 1.8 meter per second. 1.8. No, 1.8 meter per second. So that from that you can calculate what is VW2. VW2 കാണണമെങ്കിൽ അതിന്റെ കമ്പോണന്റ് എടുത്താൽ മതി. V2 ന്റെ VW2 is V2 cos beta, അല്ലേ? So that എത്ര കിട്ടി? 1.15 meter per second. 1.15 meter per second. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ എന്താണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ്. അതിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഇക്വേഷൻ ഏതാ നോക്കുക. The equation work done so you have the work done per second per kilogram. So this is 1 by G VW1 plus or minus എന്നാണ്. ഇവിടെ ഏതാ വേണ്ടേ? പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ടേ? Plus. പ്ലസ് വരും, കാരണം അക്യൂട്ട് ആംഗിൾ ആണ്. ബീറ്റ ലെസ് ദാൻ 90 ആണ്. അപ്പോൾ പ്ലസ് VW2 into U. U1 U2 സെയിം ആണ്. So I have represented as U. So you substitute work done per power per unit weight. So 1 by 9.8 into VW1 എത്രയായിരുന്നു? 11 point W1 എത്രയായിരുന്നു? W1 18.7 18.7 plus 1.15 into 10. That's another calculate.
So what is that value? Twenty point three. 20.3 watt per Per work done per second per unit weight. Okay, so that completes the problem part. So next you copy the second. Problem എഴുതുക അതിന്റെ താഴെ അതിന്റെ diagram ഉണ്ട്. So you can copy both. Jet of water having velocity 15 meter per second strikes the curved vein which is moving with 5 meter per second. The vein is symmetrical and it is so shaped that the jet is deflected through 120 degree. Find the angle of the jet at inlet of the vein so that there is no shock. What is the absolute velocity of the jet at outlet in magnitude and direction and the work done per unit weight of water? Assume the vein to be smooth. Question തീർന്നെങ്കിൽ give the type OK so that I can continue. ഇത്ര തീർന്നോ?
Complete it off. Okay. So here see the given data നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് velocity jet velocity പറഞ്ഞിട്ടുണ്ട്. So you can note down the data which are given in the problem. So you have given v1 inlet velocity, strike ചെയ്യുന്ന velocity 15 meter per second എന്ന് പറഞ്ഞിട്ടുണ്ട്. Then the vane is moving with velocity u1. So it is u1, u2 again it is 5 meter per second. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന വെയിൻ ഈസ് സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു നോട്ട് ഡൗൺ ദിസ്. വെയിൻ ഈസ് സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് ആംഗിൾസ് ഈക്വൽ ആണ്. അത് ഇൻലെറ്റിലും എക്സിറ്റിലും ഇതിന്റെ ഡയറക്ഷൻ ഓഫ് എൻട്രി ആൻഡ് ലീവിംഗ് ദ വെയിൻ ഈസ് സെയിം. സോ യു ക്യാൻ നോട്ട് ഡൗൺ ദാറ്റ് പോയിന്റ്. സിമെട്രിക്കൽ വെയിൻ്റെ കേസിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ വെയിൻ ഈസ് സിമെട്രിക്കൽ ഹിയർ. സോ ദ വെയിൻ ഈസ് സിമെട്രിക്കൽ. സോ ദാറ്റ് മീൻ ബ്ലേഡ് ആംഗിൾസ് ആർ ഈക്വൽ. ബ്ലേഡ് ആംഗിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിമെട്രിക്കൽ വെയിൻ്റെ കേസിൽ ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏതാണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണത്. തീറ്റ ഈക്വൽ ടു 5. സോ ദി സിമെട്രിക്കൽ വെയിൻ്റെ കേസിൽ ബ്ലേഡ് ആംഗിൾസ് ആർ ഈക്വൽ. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. സോ ഷേപ്പ് ദാറ്റ് ദ ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് 120. അപ്പോൾ ജെറ്റിന്റെ ഡിഫ്ലക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻകമിംഗ് ജെറ്റ് എത്ര ആംഗിൾ ആണ് ഡിഫ്ലക്ട് ചെയ്ത് മാറുന്നതെന്ന് പറഞ്ഞു. 120 ഡിഗ്രി ഡിഫ്ലക്റ്റഡ് ആവുന്നു. അതർ അസംഷൻ അഗെയിൻ 120 ഞാൻ വരാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്മൂത്ത് എൻട്രി എക്സിറ്റ്, ഷോക്ക്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? VR1 VR2 ഈക്വൽ. അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. VR1 ഈക്വൽ ടു VR2. എന്താണ് സ്മൂത്ത് ഷോക്ക്ലെസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന 130 എന്നുള്ള ഡയറക്ഷനും ഇവിടുത്തെ ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻകമിംഗ് ജെറ്റ് 120 ഡിഗ്രി ഡിഫ്ലക്ട് ആവുന്ന പറയുന്നത്. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. എന്താണ് 130 ഡിഗ്രി കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്ലേഡ് സ്പീഡിന് അല്ല, ജെറ്റിന്റെ വെയിൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് 130 ഡിഗ്രി എന്നാവുക. വെയിൻ മൂവ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? വെയിൻ മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ നിന്നുള്ള ആംഗിൾ ആണ് 130 പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെയിൻ ദി ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ത്രൂ 120. 120 ഡിഗ്രി ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിംഗ് ജെറ്റിന്റെ ഡയറക്ഷൻ. ഇവിടെ ഇൻകമിംഗ് ജെറ്റ് നോക്കി ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇൻകമിംഗ് ജെറ്റ് എന്ന് പറഞ്ഞാൽ VR1 റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എടുക്കുന്നത്. VR1ന്റെ ഡയറക്ഷനും VR2ന്റെ ഡയറക്ഷനും തമ്മിലുള്ള ഈ രണ്ട് വെക്ടർ വരയ്ക്കുകയാണ്. അത് നമ്മളുടെ ആംഗിളാണ് 120. അത് ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഹിയർ. 120 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ VR1 ആൻഡ് VR2, നോട്ട് ദി ആംഗിൾ ബിറ്റ്വീൻ V2 and horizontal. So VR1, so that is the direction. So VR1ന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. VR1 and VR2 ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്ന 120 ഡിഗ്രി. This is VR2 and VR1. So this is VR1. VR1 ആണെങ്കിൽ so these two vectors are made at 120, inclined at 120. അതാണ് ഈ 120. അതിൽ നിന്നാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഡാറ്റ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ഡാറ്റയാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത്. യു നൗ ഫൈൻഡ് ഔട്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഉള്ള കുറച്ച് വർക്ക് ഡൺ കാണണം. പിന്നെ V2 അതിന്റെ ഇൻക്ലിനേഷൻ അല്ലെ. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് ദി ഇൻലെറ്റ്, ആംഗിൾ ഓഫ് ദി ജെറ്റ്. ആൽഫ കാണണം. ഇവിടെ ആൽഫ പറഞ്ഞിട്ടില്ല. ആൽഫ കാണണം. Then what is the absolute velocity of the jet at outlet? Absolute velocity outlet എന്ന് പറയുന്നത് V2ന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. അപ്പൊ ബീറ്റ കാണണം. ആൽഫ ബീറ്റ അവിടെ തന്നിട്ടില്ല. അത് രണ്ടും കാണണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആൽഫ ബീറ്റ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നിട്ടില്ല. ഇനി ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റും നോക്കിയേ. ഫസ്റ്റ് ആംഗിളും കാര്യങ്ങളും സോൾവ് ചെയ്തിട്ട് നിർത്താം. ബാക്കിയുള്ള നിങ്ങൾ സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി.
ഇത് 120 ആണെന്നുണ്ടെങ്കിൽ how will you find out this one? This ഈ ആംഗിൾ എത്ര വരും? പറയാവോ? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തീറ്റയാണ്. This is theta. This will also be theta. ഇത് phi ആണെങ്കിൽ ഈ ആംഗിൾ phi ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ phi ആയിരിക്കും. So this theta plus phi എന്തായിരിക്കും? 60 ആയിരിക്കും. 60 ആയിരിക്കും. അപ്പോൾ തീറ്റയും phi എന്തായിരിക്കും? 30 വെച്ചായിരിക്കും. ഇത്രേ ഉള്ളൂ. So from the diagram you can calculate theta from the diagram. Theta plus phi is theta plus phi will be 180 minus 120. So that is 60. So that theta and phi equal എന്ന് പറഞ്ഞിട്ടുണ്ട് symmetrical കേസിൽ. So theta and phi will be 630 each. Theta, therefore theta equal to phi equal to 30. ഇനിയിപ്പോൾ ഡയഗ്രത്തിൽ നിന്ന് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാം നിങ്ങൾക്ക്. ഇവിടെ നോക്ക് phi കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ ഇവിടെ ആൽഫ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 30 മൈനസ് 30 ആണെങ്കിൽ ഇത് 90 ആണ്. ഇത്ര ആംഗിൾ ഈ സ്മോളർ ആംഗിൾ അത് ചെറിയ വെക്ടർ അതായത് എ ബി സി ട്രയാംഗിൾ എടുക്കുക, സൈൻ റൂൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രിഗണോമെട്രി റിലേഷൻ സൈൻ കോസ് ടാൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ യു കംപ്ലീറ്റ് ദിസ് പ്രോബ്ലം ആൻഡ് സബ്മിറ്റ്. ഓക്കെ, ചെയ്യാമല്ലോ. ട്രിഗണോമെട്രി റിലേഷൻ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനൊന്നുമില്ല. ഈ തന്നിക്കുന്ന ഡാറ്റ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക്കൽ വെയിൻ ആണ്. സോ തീറ്റ ഫൈ ഈക്വൽ. ദെൻ അനദർ ഡിഫറൻസ് വാസ് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. പ്രീവിയസ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എക്സിറ്റിലെ എത്ര ആംഗിൾ ഡിഫ്ലക്ട് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻകമിംഗ് ജെറ്റിന്റെ ഡയറക്ഷനുമായിട്ട് എത്ര ഇൻക്ലിനേഷൻ ആണ്. അതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ബാക്കിയുള്ള കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാവോ? നോക്കാം സാർ. നോക്കാമല്ല, ചെയ്യാൻ പറ്റണം. കാരണം വേറെ ഇനി പ്രത്യേകിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യണോ? ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ ചെയ്തു പോവാം. ഓക്കെ ഓക്കെ, സോ യു കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് സബ്മിറ്റ്. ഓക്കെ, 12:30 ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യാത്ത കണ്ടിന്യൂ ആയിട്ട്. ഇത് രണ്ടും വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കംപ്ലീറ്റ് ചെയ്ത് 2 പ്രോബ്ലം കൂടി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റോപ്പിംഗ് ചെയ്യാം. നമുക്ക് നാളെ ട്യൂട്ടോറിയൽ പ്രോബ്ലം തന്നെ ആയിരിക്കും. നമ്മൾ സീരീസ് ഓഫ് വെയിൻസിന്റെ 2 പ്രോബ്ലം നാളെ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഐ ആം സ്റ്റോപ്പിംഗ്. താങ്ക് യു. Thank you, sir.